അങ്ങനെ തിരിച്ച് ഗൾഫിലേക്ക് പോകുന്ന ദിവസം എത്തി. ഇന്നത്തെ ദിവസം ഒന്നും കിടന്ന ഉറക്കം തന്നെ വരില്ല. അമ്മ നല്ല പ്രാർത്ഥനയിലാണ്. എന്നെ കണ്ടപ്പോ തന്നെ ആ മുഖം പറയാ, കത്തിക്കല് കഴിഞ്ഞില്ലേ. ഞാൻ രാവിലെ തന്നെ പൊന്നൂസിനെയും കൂട്ടി മട്ടൻ വാങ്ങിക്കാം. ഇന്നത്തെ ദിവസം ഒരുപാടൊന്നും ഉറങ്ങാൻ തോന്നില്ല, ഉറക്കൊന്നും വരില്ല. മട്ടൻ വാങ്ങിച്ചു വന്നപ്പോഴാണ് അമ്പലത്തിൽ പോകുന്നത്. നാട്ടിൽ വന്ന് 1 മാസമായിട്ടും ഇതുവരെ അമ്പലത്തിൽ പോയി. അങ്ങനെ പൂക്കളെല്ലാം പറിച്ച് ഞാനും അമ്മയും പൊന്നും കൂടി നേരെ പോയി അമ്പലത്തിലേക്ക്. അമ്പലവും പരിസരവും നമ്മൾ ഇന്നാണ് ശരിക്കും ഒന്ന് നിരീക്ഷിക്കുന്നത്. അമ്പലത്തിൽ ചെന്നപ്പോ അമ്മൂന് കുറച്ച് വഴിപാടൊക്കെ ചെയ്യാറുണ്ട്. ഇന്നത്തെ ഈ കാഴ്ചയ്ക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ഓരോ നടയിലും സമയം എടുത്ത് തന്നെ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് വീട്ടിലെത്തി അന്ന് കൊണ്ടുവച്ച പെട്ടിയാ പൊടിയെല്ലാം തട്ടി എടുത്തുകൊണ്ട് വന്നു. ഫ്രണ്ട്സിന്റെ ഓർഡർ അനുസരിച്ച് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഇനി അവിടെ പോയി എല്ലാം ഒന്നിക്കുന്നു തുടങ്ങണം. അങ്ങനെ ആദ്യം തന്നെ ബേക്കറി വാങ്ങിക്കാൻ പോയി. അങ്ങനെ ബേക്കറി കടയിൽ ചെന്ന് നമ്മളെ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് എല്ലാ സാധനവും വാങ്ങിച്ച് തിരിച്ചു കൊണ്ടുപോയി അവിടെ സപ്ലൈ ചെയ്യും. ഈ വർഷം അവിടെ സപ്ലൈ ഇവിടെ സപ്ലൈ, ഇതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ്. അടുത്തൊരു ചടങ്ങാണ്. നാട്ടിൽ മൊത്തം നമ്മൾ പോണേക്കാട്ടി മുന്നേ പറയും, അല്ലെങ്കിൽ പരാതിയോ കുടുംബക്കാരെ വിളിച്ചും പറയും, നാട്ടിലുള്ളവരെ ചെന്നും പറയും. അങ്ങനെ പരാതികൾ ഒഴിവാക്കാൻ വേണ്ടി നാട്ടിൽ പുറത്തിറങ്ങി. അവരൊക്കെ നമ്മളെ കാണുമ്പോൾ ആ പൂവായില്ലേ കഴിഞ്ഞില്ലേ എന്നൊക്കെ എനിക്ക് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് വെളിച്ചപ്പാട് വരുന്നത്. വർഷത്തിലൊരിക്കൽ എല്ലാ വീട്ടിലും വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഇതും കൂടി കാണാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിച്ചു. നമ്മൾ വാളിൽ പൈസ വെച്ച് പ്രാർത്ഥിച്ച് അവര് നമ്മളെ അനുഗ്രഹിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. വെളിച്ചപ്പാടിനെ കണ്ട് പൊന്നൂസാണ് പേടിച്ചിട്ടിരിക്കും. അങ്ങനെ ബാർബർ ഷോപ്പിൽ പോയി. നാട്ടിൽ വെട്ടുന്നതിന്റെ 3 ഇരട്ടി പൈസയാണ് ഗൾഫിൽ തരും. തിരിച്ചു വന്നതിന് ശേഷം ഇനി എവിടെയും പോകാനില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം ബൈക്കിന്റെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യാന്ന് വിചാരിച്ചു. അത് ഏറ്റവും അവസാനം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഈ വണ്ടി വാങ്ങിച്ചിട്ട് 13 വർഷം കഴിഞ്ഞു. പക്ഷെ ഇന്നും ഈ വണ്ടി 30,000 കിലോമീറ്ററിന്റെ മേലെ ഓടിയിട്ടില്ല. അതാണ് ഒട്ടുമിക്ക പ്രവാസിയുടെയും വണ്ടിയുടെ അവസ്ഥ. ഇതിന്റെ പെയിന്റ് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവുക, ഇത് 13 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. 10ഉം 15ഉം വർഷമായിട്ട് 50,000 കിലോമീറ്റർ ഓടാത്ത വണ്ടികൾ ഇഷ്ടം പോലെ കാണും. അങ്ങനെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ട് ഇനി ഇത് മൂടിയിരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, ഇനി എന്നാണ് ഇതൊന്ന് ഓടിക്കുക, ഇനി ഇതെന്നാണ് നമ്മൾ നാട്ടിലൊന്ന് റൗണ്ട് അടിക്കുക. ഈ 29 ദിവസവും പോയ പോലെയല്ല 30ാമത്തെ ദിവസം. 1 മണിക്കൂർ പോലെയാണ് 30ാമത്തെ ദിവസം തീർന്നു. ക്ലോക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നും അതൊന്ന് പിടിച്ചാലോ എന്ന്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. ഈ 1 വർഷം ഇനി നമ്മളവിടെ പിടിച്ചു നിർത്താൻ പോണത് ഈ 1 മാസം എടുത്ത ഫോട്ടോസും വീഡിയോസും ഓർമ്മകളും മാത്രം. ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാണ്ടല്ലോ നെഞ്ചിലൊരു പെടപ്പാണ്. അബുദാബി വന്നിറങ്ങി ഇനി നമ്മൾ ഇനി എന്താണ് എന്നിങ്ങനെ ആലോചിച്ച് നടക്കും. ഈ ചിരി കണ്ടോ? ഈ ചിരിക്ക് ഒരുപാട് അർത്ഥങ്ങൾ. നമ്മുടെ ഉള്ളിൽ പുകയുമ്പോഴും ഈ ചിരി കാണുമ്പോൾ നമുക്കും ചിരി. അപ്പം ബാക്കി നാളെ